വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഏലീഹു ദൈവത്തിൻ്റെ മഹത്വം പ്രകൃതിയിലൂടെയും പ്രത്യേകിച്ച് മേഘങ്ങൾ, ഇടിമിന്നൽ, മഴ, തണുപ്പ് എന്നിവയിലൂടെയും പ്രകടമാകുന്നതായി വിശദീകരിക്കുന്നു. ദൈവം മനുഷ്യരുടെ ബുദ്ധിക്ക് അതീതനായവനാണ്. അവൻ്റെ പ്രവൃത്തികൾ മനുഷ്യർക്ക് പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയുകയില്ല. അതിനാൽ മനുഷ്യർ ദൈവത്തെ ഭയത്തോടെ ആദരിക്കണം. ദൈവത്തിൻ്റെ ശബ്ദം ഇടിമിന്നലിൽ കേൾക്കാം. അതിൻ്റെ ശക്തി പ്രകൃതിയെ നിയന്ത്രിക്കുന്നു. ദൈവം തണുപ്പും മഴയും അയക്കുന്നു. അതിലൂടെ ഭൂമിയെ സംരക്ഷിക്കുന്നു. മനുഷ്യർക്ക് ദൈവത്തിൻ്റെ ജ്ഞാനത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുകയില്ല. അതിനാൽ അവനെ ഭയത്തോടെ ആരാധിക്കണം. കർത്താവ് ചുഴലിക്കാറ്റിൽ നിന്ന് ജോബിന് ഉത്തരം നൽകി. ദൈവം ജോബിൻ്റെ അറിവും ബുദ്ധിയും ചോദ്യം ചെയ്യുന്നു. ആകാശത്തെ നിയന്ത്രിക്കുന്ന ചട്ടങ്ങൾ നിനക്കറിയാമോ? നിനക്കത് ഭൂമിയിൽ പ്രയോഗിക്കാമോ? വെള്ളത്തിൽ കുതിരുന്നതുവരെ മഴ പെയ്യാൻ നിനക്ക് മേഘങ്ങളോട് ആജ്ഞാപിക്കാമോ? ജോബ് 38 33-34 തിരുവചനങ്ങൾ. സൃഷ്ടിയുടെ അത്ഭുതങ്ങൾക്കുള്ള അവൻ്റെ അറിവ് എത്രമാത്രം പരിമിതമാണെന്ന് ദൈവം തെളിയിക്കുന്നു. പ്രകൃതിയിലെ ഓരോ ഘടകവും ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും ശക്തിയിലും അധിഷ്ഠിതമാണ്. ദൈവം ഭൂമിയുടെ അടിത്തറ സ്ഥാപിച്ചത്, സമുദ്രങ്ങളെ അതിരുകൾക്കുള്ളിൽ നിർത്തിയത്, പ്രകൃതിയെ നിയന്ത്രിക്കുന്നത്, ഇതെല്ലാം മനുഷ്യന് ദൈവത്തിൻ്റെ സൃഷ്ടിയെ പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയുകയില്ല എന്നതിൻ്റെ ചില ഉദാഹരണങ്ങളാണ്. ദൈവം ജോബിനോട് ചോദിക്കുന്നു, നീ എവിടെയായിരുന്നു ഞാൻ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ? ദൈവം തൻ്റെ സൃഷ്ടിയിലുള്ള വൈവിധ്യവും അതിൻ്റെ അത്ഭുതകരമായ ക്രമവും അവന് വെളിപ്പെടുത്തുന്നു. ഓരോ ജീവിയെയും ദൈവം അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് രൂപപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യന് അതിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുകയില്ല. അതിനാൽ ദൈവത്തെ ഭയത്തോടെ ആരാധിക്കുകയും അവൻ്റെ ജ്ഞാനത്തെ വിനയത്തോടെ അംഗീകരിക്കുകയും വേണം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.